ഹലോ അസ്സാം വലൈക്കും, ദിസ് ഈസ് അമീർ. റമദാൻ മാസത്തിൽ വർക്കൗട്ട് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ്, എത്ര ഇന്റൻസിറ്റി, എത്ര ഡ്യൂറേഷൻ, ഭക്ഷണക്രമം എങ്ങനെയാണ് എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, വർക്കൗട്ട് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് നോക്കുകയാണെങ്കിൽ ഈ റമദാൻ മാസത്തിൽ മസിൽ ലോസ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. സോ ഒരു മസിൽ മാസ് മെയിൻറ്റെയിൻ ചെയ്യാനും ഫാറ്റ് ഗെയിൻ സംഭവിക്കാതെ നമ്മുടെ വെയിറ്റ് മാനേജ് ചെയ്യാനും വർക്കൗട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ വർക്കൗട്ട് ചെയ്യേണ്ട ടൈമിങ്സ് നോക്കുകയാണെങ്കിൽ ബിഫോർ ഇഫ്താർ നമുക്കൊരു ലോ ടു മോഡറേറ്റ് അളവിൽ വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. ലൈക്ക് ലൈറ്റ് വെയിറ്റ് എക്സസൈസ്, വാക്കിംഗ്, ബോഡി വെയിറ്റ് എക്സസൈസ്. സോ ഒരു മസിൽ മെയിൻ്റനൻസിന് എപ്പോഴും ബെസ്റ്റ് ടൈം 1 to 2 hours ആഫ്റ്റർ ഇഫ്താർ ആണ്. ആ ഒരു സമയത്ത് നിങ്ങൾ ഭക്ഷണം കഴിച്ച സമയം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു നല്ല എനർജി ഫീൽ ചെയ്യുകയും സോ നിങ്ങൾക്കൊരു മോഡറേറ്റ് ടു ഹൈ ഇന്റൻസിറ്റി ലെവലിൽ പുഷ് ചെയ്യാൻ കഴിയുകയും ചെയ്യും. ഓക്കെ, ഒരു ഹൈ ഇന്റൻസിറ്റി എന്നത് ഉദ്ദേശിച്ചത് നിങ്ങളൊരു മാക്സിമം എഫേർട്ട് എടുക്കാനോ PR ചെയ്യാനോ ഉള്ള ടൈം അല്ല. ഓക്കെ, ഒരു 70 to 80% ഓഫ് യുവർ മാക്സിമം മാത്രം ഈ ഒരു റമദാൻ മന്തിൽ നിങ്ങൾ ചെയ്താൽ മതി. കാരണം ഓവർ ഡൂയിങ് ചെയ്യുന്നത് മൂലം അല്ലെങ്കിൽ ഒരു ഹൈ ഇന്റൻസിറ്റി ചെയ്യുന്നത് മൂലം നിങ്ങൾക്ക് മസിൽ ബ്രേക്ക് ഡൗൺ സംഭവിക്കാനും നിങ്ങൾ ഡീഹൈഡ്രേഷൻ സംഭവിക്കാനും ഒരു പുവർ റിക്കവറി സംഭവിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, ഒരു ന്യൂട്രീഷന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളൊരു അത്താഴം ടൈമിലൊക്കെ ഭക്ഷണം കഴിക്കേണ്ടതിൽ ഒരു പ്രോട്ടീൻ ഭക്ഷണവും അതുപോലെ തന്നെ കോംപ്ലക്സ് കാർബ്സ് ലൈക്ക് എഗ്സും അതുപോലെ തന്നെ ഓട്സ് അങ്ങനെയുള്ളതൊക്കെ ആഡ് ചെയ്യുക. ഓക്കെ, പിന്നെ നോമ്പ് ആഫ്റ്റർ ഇഫ്താർ നിങ്ങൾ കഴിക്കേണ്ടത് ഒരു വാട്ടറും ഡേറ്റ്സ് ഒക്കെ കഴിച്ച് നോമ്പ് തുറന്നതിന് ശേഷം നിങ്ങൾ ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആണ് ഫോളോ ചെയ്യേണ്ടത്. ലൈക്ക് ആവശ്യത്തിന് കാർബ്, ആവശ്യത്തിന് ഫാറ്റ്, ആവശ്യത്തിന് പ്രോട്ടീൻ അടങ്ങിയ ഒരു ഡയറ്റ്. ഓക്കെ, അത് നിങ്ങളൊരു കലോറി മെയിൻ്റനൻസിൽ ഒതുങ്ങുന്ന രീതിയിൽ മാത്രം കൺസ്യൂം ചെയ്യുക. ഓവറായി കൺസ്യൂം ചെയ്ത് ഒരു ഫാറ്റ് ഗെയിൻ വരുത്തി വെക്കുകയോ ഒന്നും ചെയ്യാതിരിക്കുക. ഓക്കെ, ദെൻ അറ്റ് ലാസ്റ്റ് ഈ ഒരു മന്ത് നമ്മൾ മാക്സിമം യൂസ് ചെയ്യേണ്ടത് എന്താണോ നമ്മൾ അച്ചീവ് ചെയ്തത് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു മന്താണ്. ഓക്കെ, അല്ലാതെ കൂടുതലായി പ്രോഗ്രസ് ചെയ്യേണ്ട ഒരു മന്തല്ല റമദാൻ മന്ത്, കൂടുതലായി സ്ട്രെസ് കൊടുക്കേണ്ട ഒരു മന്തല്ല റമദാൻ മന്ത്. ഓക്കെ, സോ മാക്സിമം നിങ്ങൾ അച്ചീവ് ചെയ്ത മസിൽസിനെയും നിങ്ങൾ അച്ചീവ് ചെയ്ത ഒരു ഫിറ്റ്നസ് ഗോളിനെയും മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ് ഈ മന്തിൽ നിങ്ങൾ മെയിനായി വെക്കേണ്ട ഒരു ഗോള്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്.